അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവരുടെ സമൂഹത്തിന്റെ ഭാഗമാകണം. അവരുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ മനുഷ്യന്മാർക്ക് തമ്മിൽ ഒരുപാട് ജാതിപരമായിട്ടുണ്ട്, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ട്, ഭാഷയുടെ അടിസ്ഥാനത്തിലുണ്ട്. 100-200 രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് നമ്മുടെ ഒരു മലയാളികളുടെ തമ്മിൽ ഒരു ബാലൻസ്, തന്നെ അവർ മാത്രമല്ല ഉൾക്കൊള്ളിക്കുന്നത്, പക്ഷെ അവർ എത്തിക്കുന്ന രാജ്യങ്ങളില് അവരുടെ ജനങ്ങളിലും ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ പുറത്തേക്ക് പോയാലും ശരി, ഈ ആൻഡ് യൂണിറ്റി ഇൻ ഹ്യൂമാനിറ്റി, അത്തരം ഒരു മെസ്സേജസ് അവരോടൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ ഈ നോക്ക പ്രവാസികളുടെ പ്രത്യേക സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. പെൻഷൻ സ്കീം 1500 പെൻഷൻ മുടങ്ങാൻ കൊടുക്കാൻ കഴിയുന്ന ഏക സ്ഥലവും കേരളമാണ്. ഉൽപ്പാദന മേഖലയിലും വ്യാവസായിക മേഖലയിലും പ്രവാസ ലോകത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വലിയ മുന്നേറ്റം വരികയാണ്. അതിനൊക്കെ പിന്തുണയുണ്ട്. പലപ്പോഴും പ്രവാസികളുടെ ഭാഗത്തു നിന്ന് നിക്ഷേപത്തിൽ ഗൗരവം കാണിക്കുന്നില്ല പരാതി നമുക്കുണ്ട്. പ്രവാസികളോട് പോകുന്നു. പ്രവാസികളുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല ഇങ്ങോട്ട് പറയുന്ന അതേപോലെ തന്നെ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ചെയ്യാൻ ഇപ്പോൾ നമുക്ക് കഴിയുന്നില്ല. കാരണം ഗവൺമെന്റ് വ്യവസായം നടത്തി സാധാരണ ബോധത്താണ് വരുമാനം വന്നെത്തുന്നത്. അതൊരു ഗവൺമെന്റ് നേരിട്ട് വ്യവസായം നടത്താറില്ല. നമ്മൾ നടക്കുന്ന വ്യവസായത്തിനൊരു ഇന്റർമീഡിയേഷൻ, ഒരു ലൈസൻസ് വർക്ക് അല്ലെങ്കിൽ ഒരു പരസ്പര ഇടപെടലിന്റെ ഫലമായിട്ടുള്ള ലൈസൻസ് സഹായിക്കുന്ന വഴിയെന്നല്ലാതെ നേരിട്ട് വ്യവസായം നടത്താൻ പ്രായമായി സാധിക്കാറില്ല. നമ്മുടെ നാടിൻ്റെ സമ്പത്ത് ലക്ഷ്യമാക്കിയാണ് പ്രവാസികൾ ഇവിടെ വന്നെങ്കിൽ ഇന്ന് ഭൂരിപക്ഷം വരുന്ന മലയാളികൾ, ഇന്ത്യക്കാർ ആ രാജ്യങ്ങളിൽ നിന്ന് ആശ്രയിച്ച് ജീവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് പ്രാചീന കാലത്തുള്ള നടന്നിട്ടുള്ള ആ കൈമാറ്റങ്ങൾ ഇന്ന് ആധുനിക ലോകത്തും തുടരുന്നു എന്നുള്ളതാണ് ഈ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ലോകത്തുള്ള പ്രവാസികൾക്കുള്ള അവരിൽ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ കണക്കെടുത്താൽ അത് കേരളമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവാസ സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. പ്രവാസികൾ ഒഴുക്കിയ വിയർപ്പ് ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് മുതൽക്കൂട്ടായത് എന്നുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇതിലൂടെ പറയാൻ കഴിയും. നമ്മുടെ പ്രവാസ ജീവിതം എന്നുള്ളത് ഏറ്റവും കൂടുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കേരളീയർ തന്നെ വലിയ കുടിയേറ്റക്കാരായി. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആ കുടിയേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ സിംഗപ്പൂരായാലും മലേഷ്യ ആയാലും അതോടൊപ്പം തന്നെ ശ്രീലങ്ക, ബർമ്മ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള കാലഘട്ടങ്ങൾ